अजय चंद्रा बन्नी जी आदमी के पास किसी काम से ही जा रहे होंगे शायद। हाँ ये अभी कहाँ है? हॉस्पिटल में है ना कि पुलिस स्टेशन में? हॉस्पिटल में ही है। हॉस्पिटल में शायद। अच्छा अच्छा वो नहीं है। വരാൻ ശരി, അത് ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. ചേട്ടൻ ഈ ഡീറ്റെയിൽസ് മാത്രം ഒന്ന് പറഞ്ഞു തന്നാ മതി. ചേട്ടന്റെ ഭാര്യയുടെ പേരാ ചോദിച്ചേ. അവളില്ല, മരിച്ചു. അജയചന്ദ്രൻ KV. ഒരാ कुछ कर रहा है वो फोन, पता नहीं क्या। ഡീറ്റെയിൽസ് കൂടി വേണം. ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടെന്നില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാലും മതി. उसकी बहू देख रही। പക്ഷെ പിന്നെ കണ്ടപ്പോ അച്ഛൻ ഒന്നും ചോദിച്ചില്ല, ഒരു ദേഷ്യവും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത പോലെ. പക്ഷെ ഓരോന്നിന്റെയും ബ്രാക്കറ്റിൽ ആരാ എന്താന്നൊക്കെ സേവ് ചെയ്ത് വെച്ച രീതിയില് നീ ആശാരിയെ പിന്നെ വിളിച്ചിരുന്നോ? എന്താ ആശാരിയെ വിളിച്ചിരുന്നോന്ന് നോക്കാച്ചോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരാൻ പറയാം. എനിക്ക് ഇന്ന് തന്നെ എന്റെ വാതിൽ ശരിയാക്കി ഇടണം. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കില്ല. तभी ऐसे गुस्सा करता ना। അച്ഛനല്ലാതെ ആരാ റൂമിൽ കയറില്ല അച്ഛന് മനസ്സിലാവും. എനിക്കതാ മനസ്സിലാവാതെ. വീട്ടിൽ തന്നെ ഉള്ള ഒരാൾ റൂമിൽ കയറി. डाउट उसने बताया नहीं। അതെന്താ അങ്ങനെയെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് ഇൻസുലിൻ സ്ട്രിപ്പ് അല്ല, ആന്റി ഡിപ്രസൻസിന്റെ ഒക്കെ കൂട്ടത്തിൽ വരുന്ന. ഗൂഗിൾ ചെയ്തപ്പോ ന്യൂറോ പേഷ്യൻസ് കുറച്ച് സ്ട്രേഞ്ചാ. ഇതിനിടയില് അച്ഛന്റെ ആർമി ഫ്രണ്ട് വന്ന ദിവസം അയാള് നല്ല ടോക്കറ്റീവ് ആയിരുന്നു. കുശലങ്ങളും ഒക്കെ. അയാള് പോയി കഴിഞ്ഞിട്ട് അച്ഛൻ അതിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നതും കണ്ടു. हो सकता है। നമുക്ക് ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നാ തോന്നുന്നത്. ചേട്ടാ बीमार हो उसके पापा ना। क्योंकि गाड़ी बंद नहीं हुई थी वो उस दिन, गाड़ी उसने रोकी थी ना। അച്ഛന് ചെറിയ ഓർമ്മക്കുറവ്. अच्छे से पता है। अच्छा इसका बेटे ने भी नोटिस कर लिया। प्राइस भूल गया था। और क्या किया इसने? ये थी इसकी वाइफ। ई ഭയങ്കര അച്ഛനെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. कितना गुस्सा हुआ था वो। ജയിക്കപ്പ് അങ്കിള് കാണാൻ വന്നു. तब क्या हुआ जब ये आया? പക്ഷെ കൂടുതലും സൈലന്റാ. അതുകൊണ്ട് അൺയൂഷ്വൽ ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും യാതൊരു ക്ലൂവും ഇല്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഇൻക്രെഡിബിൾ മാൻ. ആകാത്തതൊക്കെ അയാളുടെ സ്ട്രാറ്റജി ആയിരിക്കും. കളി കൈവിട്ടു പോകുമെന്നുള്ള പേടി. പഴയ ആർമി ഫോട്ടോസൊക്കെ ചുവരിൽ ഫ്രെയിം ചെയ്ത് വെച്ചതുകൊണ്ട് കണക്ഷൻ എന്താന്ന് കിട്ടാൻ. ये दोस्त था उसका, ബിയോണ്ട് आर्मी ദാറ്റ് दोस्त। അജയനപ്പൊ പിക്ചർ എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ലേ? യു നോ വൈ ഹി വാസ് ഫയർഡ് ഫ്രം ദ ആർമി സർവീസ്? ये निकाल दिया था उसका। ഒരു ചെറിയ എറർ പോലും സ്വന്തം കയ്യിൽ നിന്നോ ബറ്റാലിന്നോ വരരുതെന്നുള്ള കാര്യത്തിലൊക്കെ എക്സ്ട്രീംലി ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഞാനും കണ്ടിട്ടുണ്ട്. അതെല്ലാം അധികാരി അറിയിക്കാതെ ബ്രില്യന്റായി മാനേജ്. लड़ाई झगड़ा किया फिर इसने। ഹി മിസ്പ്ലേസ്ഡ് എ സർവീസ് പിസ്റ്റൾ. अच्छा പിള്ളയ്ക്ക് ഒരു തരത്തിലും കവറപ്പ് ചെയ്യാൻ പറ്റും. अपनी ഇങ്ങനൊരു बंदूक। പ്രശ്നമുള്ളത് മറച്ചു വെക്കാനും നോക്കി.
പുറത്തറിഞ്ഞാലുള്ള എംബറാസ്മെന്റും കോൺട്രവേഴ്സിയും ഫേസ് ചെയ്യാനുള്ള മടിയായിരിക്കും. वो तो वही छूट के थी, वही खो दी थी मतलब उसने. अच्छा फिर मिल गई थी वो बंदा. പിള്ളയുടെ സർവീസ് റെക്കോർഡ്സ് നല്ലതായതുകൊണ്ടും പിന്നെ പുറത്തറിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എഫക്ട്. इसे लगा था ये रिटायर हो गया है आए थे, पर ये गन कोई और है जो अब मिस अब जो हुए ना मिस हुई जो. അച്ഛൻ ഇതിനു വേണ്ടി മാത്രം ശ്രമിക്കുന്നത്. അച്ഛന്റെ മറിയെ കുറിച്ച് വേറെ ആരും അറിയാതിരിക്കാൻ. इलाज करा देता है इनने, इलाज चाहता नहीं ना वो इलाज हो जाए. സർവീസിലൊക്കെ അച്ഛനുണ്ടെന്ന് റെപ്യൂട്ടേഷനും അതാ. അച്ഛന് വേണ്ടത് അതാണെങ്കിൽ നമ്മൾ അതിന് കൂടെ നിൽക്കുമല്ലേ വേണ്ടത്. ശരി, ഓക്കെ. ഇതാണോ സുമദത്തൻ? അച്ഛൻ ചച്ചുവായിട്ട് എങ്ങനെയായിരുന്നു? ഒക്കെ ആയിട്ട് ഞങ്ങള് ഫുൾ ടൈം ഓട്ടത്തിലായിരുന്നു. മിക്കവാറും അച്ഛൻ തന്നെയായിരുന്നു അവന് കൂട്ട്. അച്ഛന്റെ ഈ അയാൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് എന്ന് ചച്ചു पुलिस कुछ हो गया शायद. മിസ്സിംഗ് ആയ ദിവസം നിങ്ങൾ ഹോസ്പിറ്റൽ ചച്ചുവിനെ കാണാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നത്. എന്നുവെച്ചാ അച്ഛനും ചച്ചുവും അറിഞ്ഞിട്ട് മറന്നുപോയതാണെങ്കിലോ? अब जहाँ से भी हुआ जा तो रही है पुलिस. अब क्या होगा? और डेड बॉडी मिली ना वहाँ, എത്ര പണിക്കാരാ എന്റെ അടുത്ത്? तो എന്നാ പോയി വിളിക്ക്. ആരുടെ നോക്കി നിൽക്കുന്നത്? क्या हो गया? ജോയി ഈ സ്ഥലം വാങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. ആരടുത്തുനിന്നാ വാങ്ങിയത്? क्या खोल रहे हैं? എടാ ഞാൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞല്ലേ, നീ എന്താ ഇങ്ങോട്ട് വന്നേ? ചെൽ. क्या ശിവട്ട ആരുടെയെന്ന് എന്തെങ്കിലും अच्छा बॉडी है. ഫോറൻസിക്കാരെത്തിയിട്ടില്ല. ओ उसका तो बस वही दिख रहा है, कंकाल ही दिख रहा है. कंकाल है वहाँ पर तो. इसका सर देखने में बदल जाएगा. वो तो कंकाल ही कंकाल है. സൈസ് അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? ये बच्चे की तो ഓക്കെ. है तो बच्चे की है. अच्छा अच्छा बंदर का होगा. अंदर क्या हुआ? റിസർവ് ഫോറസ്റ്റ് ഇവിടെ അടുത്താണല്ലേ? കിട്ടിയത് കുരങ്ങനാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ സ്ഥിര സെറ്റപ്പിൽ നിൽക്കുന്ന കേസായിരിക്കും എന്നാ വിചാരിച്ചേ. റിപ്പോർട്ട് വന്നു. അതിന്റെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ പോലീസ് കൂടിയാണ്. अभी तक नहीं मिली बंदूक. इसके पापा बंदूक ढूंढ रहे हैं कि अपने पोते को ढूंढ रहे हैं कि
അച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നു ഈ കാര്യത്തെ പറ്റി? सब चीज ढूंढ रहे जो जो कोई इसलिए वो लिखते रहते हैं चीजों को क्योंकि वो भूलते हैं ना। ये नजर रख रही है। फिर पता चल गया था मुझे। बंद कर दिया। ആ കുരങ്ങിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. കോസ് ഓഫ് ഡെത്ത് ബുള്ളറ്റ് ഇഞ്ചുറി. സ്ഥലം വാങ്ങിയത് 2 കൊല്ലം മുൻപ്. ഈ കിട്ടിയ കുരങ്ങിന്റെ റിമൈൻസിന് 3 കൊല്ലം പഴക്കമുണ്ട്. अच्छा 3 साल पहले मारा गया वो बंदा। इसके पापा ने मारा हो गया बता। कोई खड़ा वहाँ पर, उसी के पापा शायद अंदर चले गए थे। वो भी सुनते रहते हैं इनकी बातें। അപ്പൊ പുള്ളി നിങ്ങൾ പറഞ്ഞ അപ്പുപിള്ളയുടെ ഫയർ ആൻഡ് മിസ്സിംഗ് കേസിൽ എന്താ സ്ഥിതി? അപ്പുപിള്ളയുടെ 0.35 ആണ്. ഇത്തിരി മൊരട്ട ആള്. ഇവിടുത്തെ തന്നെയല്ലേ ഒരു പയ്യനിടയ്ക്ക് മിസ്സിംഗ് ആയത്? അതെ, ഒരു 3 കൊല്ലം. ഇതിനു മുമ്പും 1-2 തവണ ചെക്കനടിച്ചിറക്കിയ കഥയൊക്കെ സിനിമ സ്റ്റൈലാ. പറഞ്ഞ കഥയും കിട്ടിയ സ്ഥലവും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പിന്നെ 3ാമത്തെ തവണ സാർ, ചച്ചുവിന്റെ വയസ്സുള്ള കുട്ടിയെ അന്ന് രാത്രി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടവരുണ്ടായിരുന്നു. അന്ന് തന്നെ രാത്രി ഒരു 2 മണിയോടുകൂടി പെരളിപ്പായിരിക്കും ചെക്കന്. दो बार गुम हुआ था वो। बेटे के बारे में सोच रहा है बस। फिर दहलीज ने अपने पापा को इन दोनों के बीच पता नहीं क्या चल रहा है। बहुत बड़ी खुफिया इन्वेस्टिगेशन कर रहा है उसका पापा। अपने चाचू के बारे में कर रहा है, क्या बता। हो सकता है എന്നാ ഭൂൽ ഗയാ. അച്ഛൻ കയറും, ഞാനും വീട്ടിലേക്കാ. बैड बेचारा। बोलने की बीमारी से എന്റെ പറമ്പിൽ നിന്നല്ല കിട്ടിയത്. പോണമെന്ന് പറഞ്ഞു. ഈ കിട്ടിയ സാധനത്തിന് 3 കൊല്ലം പഴക്കമുണ്ട്. ആര് പറയുന്നേ? അല്ല, ടെസ്റ്റ് റിസൾട്ട്സ് അങ്ങനെയാണ്. അതുകൊണ്ട് അവരുടേതോ അതോ നിന്റെയോ? इसके बाबू बताते हुए थोड़ी है कुछ। ഒരു കാര്യം സെർവർ അപ്ഡേഷൻ നടന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ തരുന്നതിന് ഒരു കുഴപ്പമില്ല സർ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? വെയിറ്റ് ചെയ്യാം. हॉस्पिटल में आता रहता है बार बार पॉलिसी चेक करने के लिए। अपनी डायरी में लिख रहा है। देख के बोलिए। अब बस को फॉलो करेगा। बहुत खतरनाक कंडीशन है इसकी। मतलब हमेशा वहीं से जाता है, फिर भी याद नहीं रास्ता। ये कौन है? उसका दोस्त है? ഫൈനലി उसे याद नहीं है कौन है। ഭയങ്കരതാ சொன்னாரு. तब इधर शौक है वो। उसे समझ नहीं आ रहा कौन है।
இந்த போட்டோவை பார்த்தோம்னா அன்னைக்கு நைட் கூத்தடிச்சதெல்லாம் ஞாபகத்துக்கு வருது. जानू It से was कह रहा crazy, था yeah. ताकि ये समझ आए कौन हूं मैं. अब समझे. सारी डायरी रखी उसने. नाम देख रहा है. तो ये सारी चीजें लिखता रहता था. जब भी किसी से मिलता हो तब उसके बारे में लिखता हो. കാടമും മാത്രമായിട്ട് കൊണ്ടുപോകാൻ പാടാ. ഇതിനൊപ്പം വേറെ എന്തെങ്കിലും ഉണ്ടേ? डायरी निकाल दी ना. அந்த பணிக்காரோட தான் புது வேலை கிடைச்சது. ஆஸ்திரேலியா போனுங்கிறான். அங்கேயே செட்டில் ஆகணுன்றது அவன் பிளான். ஆனா அங்க அப்படித்தானே ஜீவிக்கிறது சேஃப். நம்மளெல்லாம் பேக்வேர்டுங்கிறாங்க. ഇപ്പൊ இருக்கிற യൂത്ത് എല്ലാം യു കെ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കാൻ മടിയുണ്ടാവും. അവരോട് കുറച്ചുകൂടി കെയർ കാണിക്കണം. തർക്കിക്കാനോ ആർഗിയാനോ പോയ ആള് പറയാനാവില്ല. പണ്ട് തൊട്ടുള്ള പരിചയക്കാര്, ഭാഷ, ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന വീട്ടുപരിസരം, ഇതെല്ലാം ഹാബിച്വൽ മെമ്മറി ആണെങ്കിൽ അച്ഛൻ എത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പൊതുവെ ഈ കണ്ടീഷനുള്ളവർക്ക് ചുറ്റുമുള്ളവരെ വിശ്വാസക്കുറവുണ്ടാവാം. கரெக்ட். நான், நீங்க, சரண், அப்புறம் ஜேக்கப் 4 பேர் ஜீப்ல போனோம். He doesn't seem army guy. வண்டியை போய் கவுத்துற போறோம் நம்ம இதோட காலின்னு. அப்புறம் அந்த 7th லேன்ல லால் சவுக்கு கிட்ட வண்டியை நிறுத்தி அந்த மேஜர் All lies. Careful next time. சொல்லி கெஞ்சி क्या लिखा है उसमें? அப்புறம் தான் ஜேக்கப் விட்டான். अच्छा, अरे ये है नहीं उसका दोस्त. है नहीं उसको दोस्त. तब तो लिखा उसने उस डायरी में. All lies. Be careful लिखा उसने. எப்படி தெரியும்னா நம்மெல்லாம் ஒன்னாதானே இருந்தோம். காஷ்மீர் ജേക്കബ് അതിനാണ് കാശ്മീർ പോയിട്ടില്ലല്ലോ. കംപ്ലീറ്റ്ലി പണ്ടത്ര ഒന്നും എനിക്ക് ഓർമ്മയില്ലടോ. വരപ്പോற ജൂണിൽ 73. യു മസ്റ്റ് ഗിവ് മീ സം മെമ്മറി. है कौन ये आदमी? ജേക്കബിനെ എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞില്ല. सेम நான் ये அங்கதான் वो அவனை डॉक्टर है சந்திச்சேன். शायद ये. But that was in 1986. उसका इलाज कर रहा है ना. डॉक्टर होगा क्या? ஓ ஆமாஜி, ஆமா ஆமா ஆமா. பீஸ் கீப்பிங் ஃபோர்ஸ் ராஜீவ் காந்தி IPKFல இருந்தேன். ഇതിനൊക്കെ എന്നോട് താൻ എങ്ങനെയാ അരുണായിൽ കിടക്കുന്ന ജേക്കബിനെ പരിചയപ്പെട്ടത്? Frank फंस गया. കള്ളമ്മ നാണാ. ഞാൻ പറഞ്ഞ എല്ലാ കള്ളങ്ങളും നിനക്ക് ഓക്കെ ആയിരുന്നു. എന്തിനാ ഈ അഡ്ജസ്റ്റ്മെന്റ്? वो तो थोड़े से याद कैसे है फिर. और चला गया. एक्चुअली वन सेकंड इधर क्या हुआ? हुआ क्या आखिर? धक्का सा लग गया उसे. ഹായ് സൺ, ഗുഡ് ദാറ്റ് യു കെയിം നൗ. भूल के आया तो. ലേ ഒന്നും കാണാമെന്ന് വെച്ച് കയറിയതാ. All okay? हाँ, भूल गया शायद. യാ വി ആർ ജസ്റ്റ് ஞாபகத்துக்கு வருது. கிரேசி. फिर से भूल गए. गुड ओल्ड डेज राइट. ओके देन. इसी आदमी ने पता नहीं सही में ही डॉक्टर है. ये पता नहीं कौन है ये फ्रॉड आदमी. और ये கண்டிப்பா மீட் பண்றோம். see you that time. उसकी बीमारी का फायदा उठा रहा है शायद. ऐसा कुछ हो, ऐसा कुछ कर रहा शायद. ये शायद डॉक्टर ही है. बात कर रहा था ना इसका बेटा उससे. नहीं वो तो यही कह रहा था ना. उससे तो यही कह रहा था कि हम आर्मी में थे साथ में. नहीं बता रहा था उसे वो. ये डॉक्टर नहीं है. तो जो फोटो में है बोला वही है ये उसका दोस्त.
നിങ്ങൾ വേഗം ഫോട്ടോ കാണിക്കും. नहीं फोटो उसने बनवा ली होगी ना ऐसी. പോലീസിനെ കൂടി അറിയിക്കല്ലേ വേഗം. क्या पता. अच्छा 13 ബ്ലോക്ക് തൊട്ട് ട്രൈബൽ കോളനി ബൗണ്ടറി തുറന്നു. बंदर के पास है वो बंदूक. നിലത്ത് വീണിട്ടുണ്ടായി സാധനം കിട്ടും. RRT ഏരിയ മൊത്തം തരയുണ്ട്. पता नहीं वही क्या नहीं कोई और है. ഡയറക്ഷൻ അങ്ങനെ 13 ബ്ലോക്കിനപ്പുറത്തുള്ള ഊരുകൾ ഇതിനു മുമ്പും നക്സൽ മൂവ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. ഇനി അവരുടെ ക്യാമ്പിംഗ് വല്ലതും കിട്ടിയതാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്തതും പെർമിഷൻ തന്നതും 18 19 മാത്രം സഞ്ചരിക്കാനാ. നിങ്ങൾക്ക് തോന്നിയതുപോലെ അല്ല കാട്ടിനകത്ത് സഞ്ചരിക്കേണ്ടത്. കല്ലേപ്പറ്റി സബ് ഡിവിഷനിൽ 144 ഇഷ്യൂ ചെയ്യും. ട്രൈബൽ സ്കൂൾ അപ്പുപിള്ളയുടെ ഫയർ ആൻഡ് മിസ്സിംഗുമായിട്ട് തട്ടിച്ചു നോക്കണ്ടേ? इसे भी शक हो गया. वेगन तो नहीं गई है. ഇതെങ്ങാനും അച്ഛന്റെ തോക്കെന്ന് വന്ന ഇരട്ടി പണിയാണ്. പൊസഷൻ കീപ്പ് ചെയ്യാത്തതിന്റെ പേരിൽ ചിലപ്പം ഞാൻ പോരെ ലീഗൽ സൈഡൊക്കെ അച്ഛനും അറിയുന്നുണ്ടാവല്ലോ. क्या बोला उसने. സാർ പിസ്റ്റൾ അപ്പുപിള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. അല്ല ഷീൽഡ് EZ സീരീസ് സ്മിത്ത് ആൻഡ് വെസൺ. ഇവിടെ അവൈലബിൾ ആണോ ഇതെല്ലാം? ഷൂട്ടിംഗ് മീറ്റിലെ പഴയ നാഷണൽ ക്വാളിഫയർ ആണ്. പക്ഷെ ഇഷ്യൂ പബ്ലിക് ത്രെട്ട് ആണ്. ഒന്നുകിൽ ആ തോക്ക് കണ്ടെടുക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു ക്ലോസർ ലുക്ക്. കളക്ടർ ഓഫീസിലും സൂപ്രണ്ടിനെ നോട്ടിഫൈ ചെയ്തേക്കും സാർ. ഫോളോ അപ്പ് എൻക്വയറി തുടങ്ങിക്കോ. ശരി. कितने कागज रखे उसने. नहीं कुछ जलाता रहता शायद ही. हाँ फिर लिखता क्यों होगा फिर जब जला नहीं है वो. देख लिया. आज दिन में जला रहा है. हो सकता है शायद वो पढ़ ले वो लड़की. याद रखने के लिए लिखता था वो सारी चीजें. ये तो लिखने का फायदा क्या हो फिर जब जला दियो. नहीं ऐसे में तो उसके दिमाग में रहती भी नहीं है चीजें, पुरानी चीजें नहीं. मतलब वो चीजें संभाल के रखनी चाहिए, जबकि उसे वो जला देता है उसे. अरे आ गया.